നിലമ്പൂരിൽ കണക്കുകളിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് യുഡിഎഫും എൽഡിഎഫും. 5000-നും 10,000-നും ഇടയിൽ ഭൂരിപക്ഷം നേടുമെന്ന് യുഡിഎഫ് കണക്കുകൂട്ടുമ്പോൾ ഇത്തവണ ജയിക്കുമെന്ന് തന്നെയാണ് എൽഡിഎഫിന്റെ പ്രതീക്ഷ. അതിനിടെ 75.27% നിലമ്പൂരിലെ പോളിംഗ്. നിലമ്പൂരിൽ സഖാവ് കുഞ്ഞാലിക്ക് ശേഷം പാർട്ടി ചിഹ്നത്തിൽ എം സ്വരാജ് ജയിക്കുമെന്ന് എൽഡിഎഫ് കരുതുന്നതിന്റെ കാരണങ്ങൾ ഇപ്രകാരമാണ്. എൽഡിഎഫിന്റെ ഉറച്ച പഞ്ചായത്തുകളായ അമരമ്പലത്തും പോത്തുകലിലും മികച്ച ലീഡ് സ്വന്തമാക്കും. നഗരസഭയിലും എൽഡിഎഫിന് അനുകൂലമായ സാഹചര്യമുണ്ട്. വഴിക്കടവിലും മൂത്തേടത്തും യുഡിഎഫ് മുന്നേറിയാലും അമരമ്പലവും പോത്തുകലും നഗരസഭയും വെച്ച് എൽഡിഎഫിനത് മറികടക്കാൻ കഴിയും. എടക്കരയിലും ചുങ്കത്തറയിലും കരുളായിലും ഒപ്പത്തിനൊപ്പം നിൽക്കാനും കഴിയും. പുതിയ വോട്ടർമാരിൽ ഭൂരിഭാഗവും സ്വരാജിന് വോട്ട് ചെയ്തു എന്നാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ. നായർ, ഇഴവ വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടുകളിലും എൽഡിഎഫ് പ്രതീക്ഷ വയ്ക്കുന്നു. ഇതിനെല്ലാം പുറമെ യുഡിഎഫിന്റെ കോട്ടകളിൽ അൻവർ നേടുന്ന വോട്ടുകൾ ഗുണം ചെയ്യുക എൽഡിഎഫിനാകുമെന്നാണ് വിലയിരുത്തൽ. ജമായത്തെ വിഷയവും വി പ്രകാശിന്റെ കുടുംബത്തിന്റെ നിലപാടും അടിയൊഴുക്കുകളാകുമെന്നും എൽഡിഎഫ് കരുതുന്നു. നല്ല പ്രതീക്ഷയാണ്, നല്ല വിജയപ്രതീക്ഷയാണ്. മികച്ച വിജയം എൽഡിഎഫ് നേടും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ആ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ യാതൊരു മാറ്റവുമില്ല. നിലമ്പൂരിൽ ഒരു മാറ്റം പ്രകടമായിരുന്നു. തീർച്ചയായിട്ടും എൽഡിഎഫിന് മികച്ച വിജയം നിലമ്പൂര് നൽകും എന്ന ഉറച്ച പ്രതീക്ഷയാണ് ഉള്ളത്. ആര്യടൻ ഷൌക്കത്ത് 5000-നും 10,000-നും ഇടയിൽ ഭൂരിപക്ഷം നേടുമെന്നാണ് യുഡിഎഫിന്റെ പ്രതീക്ഷ. അമരമ്പലം ഒഴികെ വഴിക്കടവിലും മൂത്തേടത്തും ഇടക്കരയിലും മികച്ച മുന്നേറ്റം നടത്താൻ കഴിയുമെന്നാണ് യുഡിഎഫിന്റെ വിലയിരുത്തൽ. പോത്തുകലിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുമെന്നും യുഡിഎഫ് കണക്കാക്കുന്നു. കാലങ്ങളായി യുഡിഎഫിന് ലഭിക്കാത്ത വോട്ടുകളാകും അൻവർ നേടുക. അതിനു പുറമെ അൻവർ നേടുന്ന വോട്ടുകളിൽ ഭൂരിഭാഗവും എൽഡിഎഫിൽ നിന്നാകും. അതുകൊണ്ട് തന്നെ അൻവർ നേടുന്ന വോട്ടുകൾ യുഡിഎഫിന് തിരിച്ചടിയാകില്ല. ഭരണവിരുദ്ധ വികാരം, മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ തുടങ്ങിയവ വോട്ടായി മാറുമെന്നും യുഡിഎഫ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ വി പ്രകാശിന്റെ കുടുംബത്തിന്റെ നിലപാട് അൻവർ വിഷയത്തിൽ ലീഗിനെ പരിഗണിച്ചില്ലെന്ന ആരോപണം ക്രൈസ്തവ വോട്ടുകൾ ബിജെപിയിലേക്ക് ചായുമോ എന്ന ആശങ്കയും യുഡിഎഫിനുണ്ട്. PV അൻവർ നേടുന്ന വോട്ടുകൾ ജയപരാജയം നിശ്ചയിക്കുന്നതിൽ നിർണായകമാകുമെന്ന് ഇരുമുന്നണികളും വിലയിരുത്തുമ്പോൾ ചാലിയാറിലെ കുത്തൊഴുക്ക് പോലെ ശക്തമായ അടിയൊഴുക്കുണ്ടായാൽ ആരാകും നിലതെറ്റി വീഴുക എന്നത് കാത്തിരുന്ന് കാണണം. ന്യൂസ് 18 മലപ്പുറം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 5000-ൽ കുറയാത്ത ഭൂരിപക്ഷത്തിൽ യുഡിഎഫ് വിജയിക്കുമെന്ന് കെ മുരളീധരൻ. സർക്കാരിന്റെ വിലയിരുത്തലാകും തെരഞ്ഞെടുപ്പ് ഫലം. യുഡിഎഫ് ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം യുഡിഎഫിനെ ബാധിച്ചില്ലെന്നും സ്വരാജ് ഗംഭീര സ്ഥാനാർത്ഥിയായിരുന്നു എന്ന അഭിപ്രായമില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. പൊതുവായിട്ടുള്ള നിലമ്പൂരിന്റെ ഒരു പഴയ ചരിത്രം വെച്ച് ഇങ്ങോട്ടുള്ള ഇലക്ഷൻ പരിശോധിച്ചാൽ എന്ത് വന്നാലും 5000 വോട്ട് മിനിമം, അത് എത്ര വേണമെങ്കിലും ഉയരാം. 5000-ൽ കുറയാത്ത വോട്ടിന് യുഡിഎഫ് തീർച്ചയായിട്ടും നിലമ്പൂര് ജയിക്കും. പ്രധാനമായും ജയിക്കാനുള്ള ഒരു 4 സാഹചര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, യുഡിഎഫ് ഒറ്റക്കെട്ടായി തന്നെ അവിടെ പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് കോൺഗ്രസും മുസ്ലിം ലീഗുമായി വളരെ ഐക്യത്തിലാണ് പ്രവർത്തിച്ചത്. സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വമൊന്നും ഒരു കണക്കിന് യുഡിഎഫിനെ ബാധിക്കില്ല. അദ്ദേഹം തൃപ്പൂണിത്തറയിൽ 5 വർഷം MLA ആയിട്ട് പിന്നീട് നടന്ന ഇലക്ഷനിൽ അദ്ദേഹം പരാജയപ്പെട്ടല്ലോ. അതുകൊണ്ട് സ്വരാജ് അത്ര ഒരു ഗംഭീര സ്ഥാനാർത്ഥിയാണെന്നും ഞങ്ങൾക്ക് അഭിപ്രായമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷെ അതൊന്നും ഇലക്ഷനിൽ ഞങ്ങളെ ബാധിക്കില്ല.